മീറ്റ് മിസ് ദേവ്. ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മാരേജ് വരാൻ വേണ്ടി പോവാണ്. അതിൻ്റെ പർച്ചേസാണ് ഇന്നത്തെ പരിപാടി. ആദ്യം തന്നെ പോയി ഞങ്ങൾ ചായ കുടിച്ചു. കട്ടൻ ചായ ഈസ് വെരി മാൻഡേറ്ററി ഫോർ us. ഒരു ഗ്ലാസ് ചായ, ഒരു ലോഡ് കഥയും. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും പേര് ഞാൻ ഈ കാണുന്ന ഒരു വാളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വാളിൽ പൂപ്പലൊക്കെ വന്നതിനെ കൊണ്ട് ആ പേരൊന്നും കാണാനില്ല. ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിനൊന്നും ലീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും ദേവും കൂടിയായിരുന്നു പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് കല്യാണിലേക്കായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേ ചോയ്സ് ആയതുകൊണ്ട് തന്നെ പർച്ചേസൊക്കെ വേഗം തീർക്കാന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കളക്ഷൻസ് ഒക്കെ നോക്കി ട്രയൽ ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ട്രയൽ ചെയ്യാൻ വയ്യ. അങ്ങനെ ഞങ്ങളുടെ വേ ഓഫ് ട്രയലിംഗ് ആണ് ഈ കാണുന്നത്. ട്രയൽ 1, 2, 3, 4 വരെ ആയിട്ട് ഫൈനൽ പീസ് എന്തായാലും ട്രയൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ആ പീസ് ഞങ്ങൾക്ക് അത്ര ഓക്കെ ആയില്ല. അങ്ങനെ വലിയ കാര്യമൊന്നും ഇല്ലാതെ ഓൾമോസ്റ്റ് 1 അവറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് രണ്ടാമത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നായിരുന്നു സിൽക്ക് മന്ദിറിലേക്ക്. അവിടെ ചെന്നപ്പോഴും സെയിം സിറ്റുവേഷൻ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഞങ്ങളെ ചോയ്സിലുള്ള ഐറ്റംസും അവിടെ അല്ലായിരുന്നു. ഓൾസോ ഞങ്ങൾക്ക് ട്രയൽ ചെയ്ത് നോക്കാനും വയ്യ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്ക് മനസ്സിലായി ഇന്ന് എന്തായാലും ഈ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇവിടെ നിയറസ്റ്റ് ഒരു ഹിഡൻ ബിരിയാണി സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ ഗംഗയിലേക്കാണ്. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഫിഷ് ബിരിയാണി ആയിരുന്നു. പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ റൈസും ഗ്രേവിയും ഒക്കെ അവരവിടെ കൊടുക്കുന്നുണ്ട്. മോർ ദാൻ എനിക്ക് ഇവിടുത്തെ കസ്റ്റമർ സർവീസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സൂര്യ സിൽക്സിലേക്കായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട ഐറ്റമൊന്നും കിട്ടാത്തതുകൊണ്ട് ഫൈനലി ഞങ്ങൾ സാരി നോക്കി. ഇവൺ സാരിയും ഞങ്ങൾക്ക് സെറ്റ് ആയില്ല. അങ്ങനെ ഇന്നത്തെ പർച്ചേസും പരിപാടിയൊക്കെ ഫ്ലോപ്പായി എന്നുള്ളത് ഞങ്ങളെ ബാക്കി ഫ്രണ്ട്സിനോടുകൂടി വിളിച്ച് പറഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവൾ പറയുന്നത് ഒരു സ്പോട്ട് കൂടി ബാക്കിയുണ്ട്, അവിടെയും കൂടി പോയി നോക്കാമെന്ന്. അവിടെ ചെന്നപ്പോഴും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ട ഐറ്റം ഒഴിച്ച് ബാക്കി എല്ലാ സാധനത്തിലും അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പർച്ചേസ് ടോട്ടലി ഫ്ലോപ്പായി. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.